റസൂലുള്ളാഹി പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും റസൂലുള്ളാഹി നോമ്പ് പിടിക്കാറുണ്ട്. നബി എന്താ തിങ്കളാഴ്ച ഒരു നോമ്പ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമല്ലേ, ഫീഹി വുലിത്തു, എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമല്ലേ, അതിനൊരു പ്രത്യേകത അല്ലേ, അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാടണ്ടേ. ബർത്ത്ഡേ, റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ റസൂൽ ആഴ്ച തോറും കൊണ്ടാടി. അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ നബിദിനം അത് ആഴ്ച തോറും കൊണ്ടാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം ഇപ്പൊ പറയുന്നത്. എൻ്റെ പൊന്നാര മൂല്യരെ, അത് റസൂലുള്ള കൊണ്ടാടുകയല്ലായിരുന്നു. ആ ഒരു ദിവസം റസൂലുള്ള നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നമ്മോടും ആ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫീഹി ഉലിത്തോ എന്ന് പറയുന്നത്. അന്നാണ് ഞാൻ ജനിച്ചത്, അന്ന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അത് കൊണ്ടാടലോ അത് ആഘോഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നോമ്പ് എന്നുള്ളത് ഒരു ഇബാദത്താണ് എന്നെങ്കിലും മനസ്സിലാക്കുക. അതൊരു കൊണ്ടാട്ടം ഒന്നുമല്ല. കൊണ്ടാട്ടം പപ്പടാണ്. പറയും. ഇപ്പൊ ബർത്ത്ഡേ ഒക്കെ കൊല്ലത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ ലോകം മൊത്തം കൊണ്ടാടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ലോകം മൊത്തമൊന്നും കൊണ്ടാടാറില്ല. ചില ഖുറാഫികള് അവര് അത് ആർമാദിച്ചുകൊണ്ട് ആഘോഷിക്കാറുണ്ട്. അത് ഇസ്ലാമില് തെളിവില്ലാത്തൊരു കാര്യമാണ്, അനാചാരമാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, പറയൂ. ഈസാ നബിന്റെ ബർത്ത്ഡേ അതും ചിലര് കൊണ്ടാടുന്നുണ്ട്. അപ്പോ ഈസാ നബിയുടെ ബർത്ത്ഡേ ചിലര് മാത്രം കൊണ്ടാടും, റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ ലോകമെമ്പാടും കൊണ്ടാടും. അവിടെ തന്നെ ഇതിന് ഒരു വിവരമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പറയൂ മഹാനുഭാവ. ഈസാ നബി നമ്മളെ നബിയാ. ഈസാ നബി അലൈഹിസ്സലാം നമ്മളെ നബിയാണ്. ഓക്കെ, അപ്പൊ ആ യേശു ഇവിടെ അടുത്ത് വരാനിരിക്കുകയാണ്. ഈസാ നബി നമ്മളെ നബിയാണ്, സമ്മതിച്ചു. ഇനി യേശു അത് ഈസാ നബി തന്നെയാണോ? അവിടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈസബിന് മറിയം, ആ ഈസബിന് മറിയം തന്നെയാണ് ഇവര് വിശ്വസിക്കപ്പെടുന്ന ഈശോ മിശിഹായും. പക്ഷേ അവിടെ റോമൻ പട്ടാളവും പിലാത്തോസിന്റെ ആളുകളും കൂടി കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞത് അത് ഈസബിന് മറിയമാണോ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഖുർആൻ കണ്ടിട്ടില്ല എന്നാണ് പറയുവാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല, കുരിശ് തറച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ഇത് പരിശുദ്ധ ഖുർആനാണ്, അള്ളാന്റെ കലാമാണ്. അത് വിശ്വസിക്കുന്നില്ലേ മൂല്യരെ നിങ്ങള്? പറയും. അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്. യേശുവുമായിട്ടാണ് ഇയാൾക്ക് ബന്ധമുള്ളത്. യേശു എന്ന് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെങ്കിൽ കുരിശിൽ തറച്ച ആ യേശുവിനോടാണോ നിങ്ങൾക്ക് ബന്ധമുള്ളത്? അതാരാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ നിങ്ങൾ ആ തലയിക്കെട്ടൊക്കെ ഒന്ന് അയച്ചു വെച്ചിട്ട് നിങ്ങൾ എൽമ പഠിക്കുവാൻ ഇറങ്ങുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഇതൊന്നല്ല നമ്മളുടെ വിഷയം വരുന്നേ ഉള്ളൂ. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു. അതുകൊണ്ട് അതാണ് നമ്മളുടെ കണ്ടന്റ്. ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ്. അന്നലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ. കണ്ടല്ലേ, കൊണ്ടുവന്നത് എങ്ങോട്ടാന്ന്? ഇനി അയാളൊരു വിവരക്കേടും കൂടി പറഞ്ഞു. ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണെന്നാ പറഞ്ഞത്. അപ്പോ അന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദീനുൽ ഇസ്ലാം എന്താന്ന് അറിയില്ലായിരുന്നു. ഇനി വന്നിട്ട് വേണം വിശ്വസിക്കാന്. എവിടുന്ന പൊട്ടപ്പോയത്തക്കാരാ താങ്കൾ വരുന്നത്? ഏതാ താങ്കളുടെ പഞ്ചായത്ത്? താങ്കൾ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനിയാണോ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രധാനികളിൽപ്പെട്ട, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മിൽപ്പെട്ട, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലെ പിതാവില്ലാതെ, പ്രവാചകന്മാരിലെ എന്നല്ല, ഒരു മനുഷ്യൻ പിതാവില്ലാതെ ജനിക്കുന്ന ഏക വ്യക്തി അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മറിയമിന്റെ പ്രിയ മകനാണ്. പതിവ്രതയായ മറിയം ബീവിയുടെ പൊന്നുമോനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി ജനിക്കുമ്പോൾ തന്നെ പ്രവാചകനാണ്. പൊന്നാരന്റെ ഹംകെ, അതും അറിയില്ലേ? ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി വന്നിട്ടാണോ ദീന് സ്വീകരിക്കുക? എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്? പറയാം. എന്തായാലും അതില് കുഴപ്പമൊന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലേ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പം അവിടെ കേട്ടെ. ഇതൊക്കെ തന്നെയാണ് കുഴപ്പമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം ആരും കൊണ്ടാടുന്നില്ല. അവര് കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞ, പിന്നീട് ഡെഡ് ബോഡി ഡംപ് ചെയ്ത അല്ലെങ്കിൽ മറവ് ചെയ്ത, അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കപ്പെടുന്ന
അതിന്റെ ജന്മദിനമല്ലേ ഓല ആഘോഷിക്കുന്നത്? ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം ആണ് അവർ ആഘോഷിക്കുന്നതെങ്കിൽ നമ്മോട് പരിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസോ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? റസൂലുള്ള 23 വർഷക്കാലം പ്രവാചകനായിട്ട് ജീവിച്ചിട്ടുണ്ട്. 23 വർഷക്കാലം കൊണ്ട് ദീനുൽ ഇസ്ലാമോടെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈസാ നബി എന്റെ സഹോദരനാണ് അല്ലേ, ആ സഹോദരന്റെ ജന്മദിനം നമുക്കൊന്ന് ആർമാദിക്കാന്ന് പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് കേൾക്കുക. റസൂലുള്ള പഠിപ്പിക്കാത്തയും പറയാത്ത ഒരു കാര്യത്തിന് ചാടി ഇറങ്ങാന് നിങ്ങളെയൊക്കെ ആരാ ഏൽപ്പിച്ചിരിക്കുന്നത്? അതാണ് പ്രശ്നം. ഒന്നുമില്ല. നമ്മൾ പോലെ ഒരു മതത്തിന്റെ വിവാഹക്കാര് പ്രത്യേകം കൊണ്ടാണ് പരിപാടി ആകുമ്പോ അങ്ങോട്ട് നമ്മൾ ഓലെ ചർച്ചയ്ക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മൾ കൊണ്ടാടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ നമ്മൾ അതും കൂടി ആഘോഷം തുടങ്ങണം. അന്നൊരു പ്രത്യേക മൗലൂദും ചെല്ലണം. അന്ന് കോയിറച്ചിയും പത്തിരിയും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കോയിറച്ചിയും പത്തിരിയും അല്ല കൂടുതൽ, ഇപ്പൊ കത്സ അതുപോലെയുള്ള അറേബ്യൻ ഫുഡാണല്ലോ. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കൈമടക്ക്, അത് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, നല്ല ലോങ് കവറില് കുറച്ച് കനത്തില് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ വിളിക്കണം. എന്നിട്ട് മൂപ്പര് വന്നിട്ട് മൗലൂദ് ചൊല്ലിയിട്ട് ഇതിങ്ങനെ ഞണ്ണിയിട്ട് ആ പൈസയും വാങ്ങിയിട്ട് മൂടും തട്ടി പോകും. അതിനു വേണ്ടിയിട്ടാണേ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം എന്നല്ല, ലോകത്ത് ആരുടെയും ജന്മദിനം ആഘോഷിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ ജനിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിന്റെ വാർഷികം വരുന്ന സമയത്ത് ആ സന്തോഷത്തിന് എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ എവിടുന്ന് എടുത്തിട്ട് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാവാത്ത രൂപത്തിലേക്ക് നിങ്ങൾ അധപ്പതിച്ചു പോയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോ അതിൽ നിന്നൊക്കെ കരകയറുക എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട്. ഇത് ക്രിസ്മസിന് മുൻപ് ചെയ്യേണ്ടതായിരുന്നു. നമ്മളൊരു പ്രാവശ്യം ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ആഘോഷം കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിലിരിക്കല്ലേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ഇവിടെ ഈ സമയത്ത് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പലപ്പോഴും രോഗം കാണാൻ പോകലും രോഗിയെ സന്ദർശിക്കലുമൊക്കെ പല വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ്. പണമുണ്ടെങ്കിലും പണക്കാരനാണെങ്കിലും സ്വാധീനമുള്ളവരാണെങ്കിലും ഒക്കെ കുത്തൊഴുക്കായിരിക്കും സന്ദർശകരുടെ. അതേപോലെ തന്നെ രോഗഘട്ടങ്ങളുടെ ആദ്യഘട്ടങ്ങളിലൊക്കെ വലിയ വിധത്തിലുള്ള സന്ദർശകരുടെ തിക്കും തിരക്കുമായിരിക്കും. അതൊന്നുമല്ല മുസ്ലിം പരിഗണിക്കേണ്ടത്. മുസ്ലിം പരിഗണിക്കേണ്ടത് എത്ര കാലപ്പഴക്കം ചെന്നാലും, ഏത് സന്ദർശകരുടെ കുത്തൊഴുക്കുകൾ അവസാനിച്ചാലും തന്റേതായ ആ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആരാണെന്ന് നോക്കിയിട്ടല്ല, സ്വാധീനമുള്ളവനോ അല്ലാത്തവനോ എന്ന് നോക്കിയിട്ടല്ല, ഭൗതികമായ മറ്റേതെങ്കിലും മാനദണ്ഡങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ടുമായിരിക്കരുത് സന്ദർശനം. മറിച്ച് ഇതെന്റെ ഒരു ബാധ്യതയാണ്. എനിക്ക് നാളെ പരലോകത്ത് അത്യുന്നതമായ സ്വർഗീയ സോപാനത്തിൽ ഉന്നതമായ പദവികളിലേക്ക് സ്ഥാനക്കയറ്റം ലഭ്യമാകുന്ന പ്രവർത്തനമാണ്. ആത്മാർത്ഥതയോടുകൂടെ ആയിരിക്കണം വിശ്വാസികൾ അതിനു വേണ്ടി തയ്യാറാവേണ്ടത്. എത്ര പേര് ഒരാളെ രോഗം കാണാൻ വന്നു എന്ന് നാട്ടിൽ കണക്കെടുപ്പ് നടത്തുന്ന കണക്കെടുപ്പ് പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെടാനായിരിക്കരുത് നമ്മുടെ സന്ദർശനങ്ങൾ. കുടുംബക്കാർ ആരൊക്കെ സന്ദർശനത്തിന് വന്നു, ആരൊക്കെ അദ്ദേഹത്തെ കാണാൻ വന്നു എന്ന് കുടുംബങ്ങളുടെ ചർച്ചകൾക്കിടയിൽ നമ്മുടെ പേരെവിടെ ഇല്ലാതെയാവരുത് എന്നുള്ള ആ ഒരു ലാക്കോടുകൂടെ ആയിരിക്കരുത് നമ്മുടെ സന്ദർശനങ്ങൾ. മറിച്ച് എനിക്ക് റഹ്മാനായ റബ്ബ് അവന്റെ ദൂതനിലൂടെ പഠിപ്പിച്ചിരുന്ന തന്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൽ വീഴ്ച വരുത്തിയാൽ തനിക്ക് പരലോകത്ത് വിചാരണ പ്രത്യേകം ഉണ്ടെന്ന ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ തനിക്ക് നേടാനിരിക്കുന്ന അത്യുന്നതമായ പദവികൾ മോഹിച്ചുകൊണ്ടായിരിക്കണം വിശ്വാസികൾ ആ രംഗത്തേക്ക് കടന്നു ചെല്ലേണ്ടത്. അതിന്റെ പ്രതിഫലം കേട്ടാൽ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരു രോഗിയെ, തന്റെ മുസ്ലിമായ ഒരു രോഗിയെ ആരെങ്കിലും പ്രഭാതത്തിൽ രോഗം കാണാൻ വേണ്ടി ചെന്നാൽ 70,000 മലക്കുകളാണ് ആ സന്ദർശിക്കാൻ പോയ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ കാണാൻ പോയ വ്യക്തിക്ക് വൈകുന്നേരമാകുവോളം മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കും. ആരെങ്കിലും വൈകുന്നേരമാണ് തന്റെ സഹോദരനെ രോഗസന്ദർശനത്തിന് പോയതെങ്കിൽ പ്രഭാതം വരെ അവന് വേണ്ടി 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, മലായിക്കത്തുകളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളുടെ പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി അവർക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ട് റബ്ബിന്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 70,000 മനുഷ്യന്മാർ നമുക്ക് വേണ്ടി
വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. അതല്ല, ഒരു വ്യക്തി എങ്ങാനും നമ്മെ ഓർത്തുകൊണ്ട്, നമ്മെ പേരെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വന്നാൽ ആരുടെ മനസ്സാണ് സന്തോഷിക്കാതിരിക്കുക? ഏത് രോഗിയാണ് അതുകൊണ്ട് മാനസികമായി വല്ലാത്തൊരു ആനന്ദം അവൻ അനുഭവപ്പെടാതിരിക്കുക? എങ്കിൽ മനുഷ്യരല്ല, പാപങ്ങൾ എന്തെന്നറിയാത്ത പാപമെങ്കിലുമായ ജീവിതത്തിനൊരിക്കലും പ്രകൃതിപരമായി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സവിശേഷത നൽകപ്പെട്ടിട്ടുള്ള പാപങ്ങൾ ചെയ്യാത്ത വിശുദ്ധരായ 70,000 മലക്കുകളുടെ പ്രാർത്ഥനകളാണ് നമുക്ക് വന്നു ചേരുന്നതെങ്കിൽ എത്രയാണ് സഹോദര നമുക്കതുകൊണ്ട് ലഭ്യമാകുന്ന നേട്ടം, പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. 70,000 മലക്കുകളുടെ ഇസ്തിഗ്ഫാറിന്റെ തേട്ടം ഒരു രോഗ സന്ദർശിക്കുന്ന വ്യക്തിക്ക് പ്രഭാതത്തിൽ പോയവന് പ്രദോഷം വരെ, പ്രദോഷത്തിൽ പോയവന് പ്രഭാതം വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. വേറെയും ഹദീസുകളിൽ കാണാം, മൻ ആദ മരീള, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് ഒരു വിളിയാളമുണ്ടാകും. അത് നമ്മൾ കേൾക്കുന്ന വിളിയാളമല്ല, പക്ഷേ അത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നീ വിശുദ്ധനായിരിക്കുന്നു, നിന്റെ നടപ്പ് വളരെ വിശുദ്ധന്മാരുടെ നടപ്പാണ്, നീ വിശുദ്ധിയോടുകൂടെയുള്ള കാൽവെപ്പുകളാണ് വെച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിനക്ക് ഇരിപ്പിടം അതാ റിസർവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ അവിടെ നിന്ന് അശരീരിയായി നമുക്ക് കേൾക്കാനാവാത്ത വിധത്തിൽ തന്നെ ഉപരിഭാഗത്തുള്ള മലായിക്കത്തുകൾ വിളിച്ചു പറയുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗികളെ സന്ദർശിക്കൽ പതിവായിരുന്നു. രോഗസന്ദർശനത്തിന് പോകുമ്പോഴുള്ള ആദാബുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, അതിന് പറ്റിയ അവസരത്തിലേ നമ്മൾ സന്ദർശിക്കാവൂ. സന്ദർശനം ഇഷ്ടപ്പെടുന്ന രോഗിയാണോ, സന്ദർശനത്തിന് സാധ്യതയുള്ള രോഗിയാണോ എന്നൊക്കെ മുൻകൂട്ടി കുടുംബത്തോട് അന്വേഷിച്ചറിഞ്ഞുകൊണ്ടേ പോകാവൂ. ചിലർക്കത് ഇഷ്ടമാവില്ല, ചില രോഗികളെ സന്ദർശിക്കാൻ അനുവാദമുണ്ടാവുകയില്ല, ചിലർ ചില പ്രത്യേകമായ മാനസികമായ അവസ്ഥയിലായിരിക്കും. അതേ അവസരത്തിൽ ഒരാൾ തന്നെ കാണാൻ വന്നെങ്കിൽ എന്റെ പഴയ കൂട്ടുകാരി എത്രയോ കാലമായി ഞാൻ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ വന്ന് കണ്ടെങ്കിൽ എന്ന് മോഹിച്ചു കിടക്കുന്ന നൂറുകണക്കിന് രോഗികൾ ഉണ്ടാകും. അവരുടെ അടുക്കൽ നീ ചെല്ലുമ്പോൾ അവിടെ സുദീർഘമായി സമയം ചെലവഴിക്കരുത്. രോഗിക്ക് അത് ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ അല്പസമയം അവിടെ കഴിച്ചു കൂട്ടാം. അതല്ലെങ്കിൽ എത്രയും വേഗം അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് വേണ്ടത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സാന്ത്വനത്തിന്റെ വാക്കുകളാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർക്ക് ലഭ്യമാകാനിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ, പരലോകത്ത് അവർ ക്ഷമാലുക്കളായിക്കൊണ്ടാണ് വേദന അനുഭവിക്കുന്നതെങ്കിൽ പരലോകത്ത് നേടാനിരിക്കുന്ന അത്യുന്നതമായ പദവികളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു.